ഈ സസ്പെൻഷൻ കാലയളവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനാകില്ല. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതിനാൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്ന നിർബന്ധിത വ്യവസ്ഥയുമില്ല. സസ്പെൻഷൻ കാലാവധി കഴിയുന്നതുവരെ താൽക്കാലികമായി പ്രത്യേക ബ്ലോക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി അധ്യക്ഷൻ കത്ത് നൽകിയാൽ സ്പീക്കർക്ക് ബ്ലോക്ക് അനുവദിക്കാം. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, സെപ്റ്റംബർ പകുതിയോടുകൂടി നിയമസഭ വീണ്ടും ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ. അങ്ങനെയാണെങ്കിൽ അവധിയിൽ പോകുമോ രാഹുൽ? സഭയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? സഭയിലേക്ക് വന്നാൽ ഭരണപക്ഷം രാഹുലിനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കുമോ? രാഹുൽ സഭയിലേക്ക് എത്താനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. രാഹുലിനോട് അവധിയിൽ പോകണമെന്ന് പാർട്ടി ആവശ്യപ്പെടും. വരാനിരിക്കുന്ന സമ്മേളന കാലാവധി എന്ന് പറയുന്നത്, കാലയളവ് എന്ന് പറയുന്നത് 10 ദിവസമായിരിക്കും. ആ 10 ദിവസം രാഹുൽ സഭയിലുണ്ട് എങ്കിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ഏതെങ്കിലും വിഷയം ഉയർത്തിക്കാട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാകില്ല. എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും പ്രതിപക്ഷം തന്നെ പ്രതിക്കൂട്ടിലാവുന്ന അവസ്ഥയുണ്ടാകും. ശരിക്കും ഈ രാഹുലുമായി പ്രതിപക്ഷം സഭയിലേക്ക് എത്താനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ യഥാർത്ഥ പ്രതിപക്ഷമായി ഭരണപക്ഷം മാറുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. കാരണം പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടി വരിക പ്രതിപക്ഷത്തിനാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇവർ തുടർച്ചയായി ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. രാഹുൽ MLA ആയി എത്തിയതിനു ശേഷം പ്രതിപക്ഷം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഭരണപക്ഷം എടുത്തുയർത്തി കാണിക്കുന്ന ഒരു വിഷയം രാഹുലിന്റെ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതവർ തുടർച്ചയായി കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഇടുത്തി പോലെ ഈ ഒരു വിഷയം കൂടി കോൺഗ്രസിന്റെ തലയിലേക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും രാഹുലുമായി സഭയിലേക്ക് എത്താൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നേ ഉണ്ടാകില്ല. അതിനാൽ തന്നെ രാഹുലിനോട് അവധിയെടുക്കാൻ ആവശ്യപ്പെടും. വരുന്ന സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കില്ല. ഇനി ഇതിന്റെ ഒരു സാങ്കേതികത്വം പറഞ്ഞു പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ അഥവാ രാഹുൽ സഭയിലേക്ക് എത്തുകയാണെങ്കിൽ, സാധ്യത വളരെ കുറവാണ്, പക്ഷേ അഥവാ എത്തുകയാണെങ്കിൽ രാഹുലിനെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല. സസ്പെൻഷൻ കാലയളവിൽ രാഹുൽ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. അതിനാൽ തന്നെ അതിൽ പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ല. പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, രാഹുലിനെ നിലവിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല, സസ്പെൻഷനാണ്. ആ സസ്പെൻഷൻ കാലയളവിൽ രാഹുലിന് വേണമെങ്കിൽ ഈ പ്രതിപക്ഷ നിരക്കൊപ്പം ഇരിക്കാൻ കഴിയും, കോൺഗ്രസ് നിരക്കൊപ്പം ഇരിക്കാൻ കഴിയും. പക്ഷേ ഇത്രയും അധികം ആരോപണം നേരിടുന്ന ഒരു ഘട്ടത്തിൽ രാഹുൽ വരികയാണെങ്കിൽ രാഹുലിനെ താൽക്കാലികമായി, അതായത് സസ്പെൻഷനിലാണ്, അതിനാൽ താൽക്കാലികമായി പാർട്ടിയുടെ ഒരു നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടിയുടെ കാലാവധി കഴിയും വരെ രാഹുലിന് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്ററി പാർട്ടി അധ്യക്ഷൻ ഒരു കത്ത് സ്പീക്കർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ സ്പീക്കർക്ക് ഒരു പ്രത്യേക ബ്ലോക്ക് അനുവദിക്കാം. അങ്ങനെ ബ്ലോക്ക് അനുവദിക്കുകയാണെങ്കിൽ KK രമ ഇരിക്കുന്നതിന് അപ്പുറത്തായി ഒരു സീറ്റ്, KK രമ പ്രത്യേക ബ്ലോക്കായാണ് ഇരിക്കുന്നത്, പ്രതിപക്ഷ നിരയിലല്ല ഇരിക്കുന്നത്. അതിന് സമീപത്തായി പ്രത്യേക ബ്ലോക്കായി രാഹുലിന് ഇരിക്കാൻ കഴിയും. അത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും അവസാനത്തെ സീറ്റായിരിക്കും. അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയുണ്ടാകും. എന്തായാലും നിലവിൽ രാഹുൽ സഭയിലാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സസ്പെൻഡ് ചെയ്തു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ പറഞ്ഞത്. എത്ര കാലത്തേക്കാണ് ഈ സസ്പെൻഷൻ? ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം KPCC നടത്തുന്നുണ്ടോ? ആ അന്വേഷണത്തിന് ശേഷമായിരിക്കുമോ ഈ സസ്പെൻഷൻ പുറത്താക്കലിലേക്ക് മാറുക എന്നുള്ള കാര്യത്തിലും KPCC അധ്യക്ഷൻ വ്യക്തത വരുത്തിയിട്ടില്ല.